യെല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 2007 ഇറങ്ങിയ ജർമ്മൻ സിനിമയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ സിനിമയുടെ ഡയറക്ടർ ക്രിസ്ത്യൻ പെറ്റ്സോൾട്ട്, അഭിനയിക്കുന്നത് നീന ഹോസിന് ബെസ്റ്റ് ആക്ടർ അവാർഡൊക്കെ ഇതിൽ കിട്ടിയിട്ടുണ്ട്. സിൽവർ ബെയർ അവാർഡ്, ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം എന്ന് പറഞ്ഞ സിനിമ അത് ഇറ്റ് ഈസ് അഗെയിൻ ചില സിനിമകളൊക്കെ ഉണ്ട് ഫിക്ഷനും റിയാലിറ്റിയും കൂടി ബ്ലെൻഡായി പോകുന്നത് ചില സമയത്ത്. പക്ഷേ ഈ സിനിമ ഒരു ഇസ് അബൌട്ട് എ യങ് വുമൺ, ഒരു എക്സ് ഹസ്ബൻഡ് ഉണ്ട്, ഭയങ്കര അബ്യൂസീവായിട്ടൊരു എക്സ് ഹസ്ബൻഡ് ഉണ്ട്. അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് അച്ഛൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഇവർ ഒരു ജോലി ആയിട്ട് നഗരത്തിലേക്ക് വരുന്നതാണ്. നഗരത്തിലേക്ക് ജോലിക്കായി വന്നിട്ട് അവിടെ വെച്ച് നോക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ജോലി ഇല്ല എന്ന് മനസ്സിലാവുകയും അവർ ആകെപ്പാട് അവിടെയില്ല എന്നുള്ള കുടുങ്ങി കിടക്കുന്ന സമയത്ത് ഒരാളെ പരിചയപ്പെടുകയാണ് അവിടെ. അങ്ങനെ ആളെ പരിചയപ്പെട്ടിട്ട് അയാൾ ഈ കമ്പനികൾ വാങ്ങുക വിൽക്കുക ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് ഫൈനാൻസ് ആണ് ഇവരുടെ ഈ സ്ത്രീയുടെ ഏരിയ ഓഫ് എക്സ്പെർട്ടീസ്. ഫൈനാൻസും പിന്നെ എന്താ പറയുക, ഈ കമ്പനികളുടെ റിപ്പോർട്ട്സ് വായിച്ച് മനസ്സിലാക്കാനും കമ്പനി പ്രോഫിറ്റിലാണോ ലോസിലാണോ എന്നൊക്കെ മനസ്സിലാക്കാനും ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. അങ്ങനെ ആ വ്യക്തി ഇവരെ അയാളുടെ കൂടെ കൊണ്ടുപോവുകയാണ് ഇങ്ങനത്തെ ചർച്ചകൾക്കൊക്കെ, എന്നിട്ട് അതിന് പൈസ കൊടുക്കുകയാണ്. അപ്പം അങ്ങനെയാണ് ആ സിനിമ ഇങ്ങനെ നീങ്ങിക്കൊണ്ട് പോകുന്നത്. ബട്ട് സംവേർ ആ സിനിമ മുന്നോട്ട് പോകുന്ന സമയത്ത് അയാളും അതേമാതിരി ഈ എക്സ് അബ്യൂസീവ് ഹസ്ബൻഡ് വരിക, അങ്ങനത്തെ കുറേ സംഭവമായിട്ടുള്ള ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ ജോലി മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും അവർക്ക് ഒരു സ്ത്രീയാണ് എന്നുള്ളതിൻ്റെ കൊണ്ടുണ്ടാവുന്ന ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു ഫാക്ടറും കൂടെ അതിലുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം while she is doing certain things, she is also thinking whether that is a right thing to do. അങ്ങനെയുള്ള കുറേ മോറൽ ഡിലേമാസ് അവർക്ക് വരുന്നുണ്ട്. എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അഗെയിൻ പലപ്പോഴും പല സിനിമകളും നമ്മളെ മുമ്പിൽ കൊണ്ടെത്തിക്കുന്നത് നമുക്ക് പരിചിതമല്ലാത്ത, എല്ലാം അറിയാമെന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും നമുക്ക് പരിചിതമല്ലാത്ത കുറേ ജീവിതങ്ങളും കുറേ കാഴ്ചപ്പാടുകളും ഉണ്ട് ഈ ലോകത്ത് എന്നുള്ളതാണ്. ഏത് ഭാഗമാണ് ശരി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് പോയിന്റ് ചെയ്ത് കാണിക്കാൻ പറ്റാതെ ഇരിക്കുന്ന വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഹ്യൂമൻ ബിഹേവിയേഴ്സും റിലേഷൻഷിപ്സും അത് വലിയൊരു സംഭവമാണ്. കാരണം നമ്മളൊക്കെ വിചാരിക്കുന്നത് നമുക്കൊക്കെ നമ്മളെയും മറ്റുള്ളവരെയും കൃത്യമായിട്ട് അറിയാം എന്നുള്ള രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ കാര്യങ്ങളെ കാണുന്നതും. പക്ഷേ ഇത് രണ്ടുമല്ല, നമ്മളും കോംപ്ലക്സ് ആണ്, നമ്മൾ റിലേറ്റ് ചെയ്യുന്ന നമ്മൾ ബന്ധപ്പെടുന്ന ആൾക്കാരും അതേപോലെ കോംപ്ലക്സ് ആണ്, നമ്മൾ തമ്മിൽ ഉണ്ടാകുന്ന റിലേഷൻഷിപ്സും കുറേ ആൾക്കാർ തമ്മിൽ ഉണ്ടാകുന്ന റിലേഷൻഷിപ്സും ഒക്കെ വളരെ കോംപ്ലക്സ് ആണ്. അത് മനസ്സിലാക്കാൻ വളരെ എളുപ്പത്തിൽ പറ്റില്ല എന്നുള്ളതും കൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ്. ഐ തിങ്ക് ഇറ്റ്സ് എ മൂവി. വളരെ ഇൻട്രസ്റ്റിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വരികൾക്കിടയിൽ വായിക്കാൻ പറ്റുകയാണെങ്കിൽ ഐ തിങ്ക് ദർ ഇസ് ലോട്ട് ഓഫ് ഡെപ്ത് ഇൻ ടു ദാറ്റ് മൂവി എന്നുള്ളതാണ്. ഇപ്പോൾ ചില സിനിമകൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ഫ്ലോ മാതിരി ചിലപ്പോൾ ഈ സിനിമയ്ക്ക് അങ്ങനെ ഒരു ഫ്ലോ ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈവൻ ദെൻ എനിക്ക് ആ സിനിമ തുടങ്ങി കഴിയുന്ന സമയത്ത് ഇറ്റ് ടേക്സ് ഗുഡ് പേസ്. അത് കഴിഞ്ഞാൽ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യും, പിന്നെ അത് ഇറ്റ് ഗോസ് ബാക്ക് ഇൻ ടു എ സ്ലോ കൈൻഡ് ഓഫ് മൂവി. ബട്ട് ഐ തിങ്ക് യു ഷുഡ് അറ്റംപ്റ്റ് ടു വാച്ച് ഇറ്റ് എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ. കാരണം എല്ലാ സിനിമയും എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടോളണം യാതൊരു നിർബന്ധമില്ല. അഗെയിൻ ഇതും കണ്ടിട്ടുള്ള ഞാൻ മൂവിയിൽ തന്നെയാണ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇഫ് യു തിങ്ക് ദിസ് ഇസ് ആഡിങ് വാല്യൂ ആൻഡ് ചെറിയ ഈ ഷോർട്ട് വീഡിയോ ബ്ലേബ് എന്ന് പറയും, മൂവി ബ്ലേബ് എന്ന് വേണമെങ്കിൽ പറയാം, വീഡിയോസിൽ മൂവി ബ്ലേബ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോസ് കൺസിഡർ ചെയ്യുന്നത്. സോ ഐ സീ യു ഓൾ ഇൻ ദ നെക്സ്റ്റ് മൂവി ദാറ്റ് ഐ വാച്ച് ആൻഡ് ഐ tell about that. നാം പിന്നെ അങ്ങനെയാക്കാം.